സൈക്കോളജിയിലെ പല സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടുള്ളത് പണിഷ്മെൻറ്റ് ഡസൻറ്റ് ആക്ച്വലി എലിമിനേറ്റ് എ ബിഹേവിയർ ബട്ട് ഇറ്റ് സപ്രസസ് എ ബിഹേവിയർ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുട്ടി പുറത്ത് പോയി മണ്ണിലും ചെളിയിലും ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയുമെന്ന് വിചാരിക്കുക. അപ്പോൾ കുട്ടി ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ചെയ്യാതിരിക്കുന്നത് അച്ഛൻ്റെ അടുത്തു നിന്നുള്ള വഴക്ക് കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ അടി കിട്ടാതിരിക്കാനൊക്കെയാണ്. അല്ലാണ്ട് അവർക്കത് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ലാതായിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഏതെങ്കിലും ഒരു പാരൻ്റാണ് ഇത്തരത്തിൽ കൺട്രോൾ ചെയ്യുന്നത്, പണിഷ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ കുട്ടി ആദ്യം ആഗ്രഹിക്കുന്നത് അവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാനായിരിക്കും. അവിടെയാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ കുട്ടിയുടെ ആ ഒരു ബിഹേവിയർ അവിടെ ഇല്ലാതായിട്ടില്ല. അവർ നിങ്ങൾ വഴക്ക് പറയും, തല്ലും എന്ന് വിചാരിച്ച് അതവിടെ ഒളിപ്പിച്ച് വെച്ചേക്കാണ്. നിങ്ങൾ പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മേലിൽ കൺട്രോൾ ഇല്ലാതെ വരുന്നൊരു സാഹചര്യത്തിൽ, ഒരുപക്ഷെ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ബിഹേവിയറും അവർ പുറത്തെടുക്കും. കാരണം ആ ടെൻഡൻസി അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്.